കാശ്മീരിലെ പെഹൽഗാമിൽ ഇന്ത്യക്ക് നേരെ നടന്ന ആ ഭീകരാക്രമണത്തിന് എങ്ങനെ തിരിച്ചടി നൽകും എന്ന ചോദ്യമാണ് ഇപ്പോൾ നാലുപാട് നിന്നും ഉയരുന്നത്. എന്തൊക്കെ സാധ്യതകൾ ഇന്ത്യക്ക് മുന്നിലുണ്ട്, ഏതൊക്കെ രീതിയിൽ ഇന്ത്യ പ്രതികരിക്കും എന്നൊക്കെയാണ് ജനങ്ങൾക്ക്, ഇന്ത്യയിലെ പൗരന്മാർക്ക്, ദേശസ്നേഹികൾക്ക് അറിയേണ്ടത്. അവർ കാത്തിരിക്കുകയാണ് കൃത്യമായ മറുപടി പാകിസ്ഥാന് എങ്ങനെ ഇന്ത്യ നൽകുന്നു എന്നറിയാൻ. ഈ പ്രതികാരത്തിൻ്റെ തീയ് അവരുടെ ഉള്ളിൽ ആളിക്കത്തുകയാണ്. അത് പെട്ടെന്നൊന്നും അണയുകയില്ല. ഒരു സർജിക്കൽ സ്ട്രൈക്കോ ഒരു വ്യോമാക്രമണമോ മാത്രമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്, രാജ്യത്തെ പൗരന്മാർ പ്രതീക്ഷിക്കുന്നത്, അവർ ആഗ്രഹിക്കുന്നത്. അതിലും വലിയ കനത്ത തിരിച്ചടി ഈ എന്നെന്നും നമുക്ക് തലവേദനയായിരിക്കുന്ന പാകിസ്ഥാന് നൽകണം എന്ന വികാരമാണ് രാജ്യത്ത് മുഴുവനും അലയടിക്കുന്നത്. എന്തായാലും പെഹൽഗാം പാകിസ്ഥാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു വലിയ അബദ്ധമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. വളരെ പണ്ട് മുതലേ 1000 മുറിവുകൾ ഉണ്ടാക്കി അതിൽ നിന്ന് രക്തമൊഴുക്കി ഇന്ത്യയെ ഇഞ്ചിഞ്ചായി കൊല്ലാതെ കൊല്ലണം എന്ന തന്ത്രമാണ് പാക് സൈന്യം പിന്തുടരുന്നത്. വളരെ പണ്ട് മുതലേ, സ്വാതന്ത്ര്യം കിട്ടിയ ആ കാലം മുതൽ പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെയും പാക് സൈന്യത്തിൻ്റെയും ആഗ്രഹം അതാണ്. അതിനുവേണ്ടി അവർ പദ്ധതികൾ തയ്യാറാക്കി പ്രവർത്തിക്കുന്നു. നിരവധി ഭീകരാക്രമണങ്ങൾ നമുക്ക് നേരെ ഉണ്ടായി. കാശ്മീരിലും പഞ്ചാബിലും ഡൽഹിയിലും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ പാർലമെൻറ്റ് വരെ അവർ ആക്രമിച്ചു. അതിനു മുമ്പും അതിനു പിമ്പും നിരവധി രക്തരൂക്ഷിതമായ ആക്രമണങ്ങൾ, ബോംബ് സ്ഫോടനങ്ങൾ ഒക്കെ നമ്മൾ നേരിട്ടു. ഇങ്ങ് കൊച്ചു കേരളത്തിൽ പോലും അതൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് സത്യം. അവരുടെ പിണിയാളുകൾ, അവരുടെ കയ്യാളുകൾ നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും വേരോടിക്കൊണ്ട് അവർ അവിടെ താവളമുറപ്പിച്ചുകൊണ്ട് നമുക്കെതിരെ ആഭ്യന്തര യുദ്ധം തന്നെ നടത്തി. 1000 1000-ലധികം മുറിവുകൾ സൃഷ്ടിച്ച് അതിൽ നിന്ന് ചോര ഇറ്റിറ്റ് വീണുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ച് നമ്മെ ഇല്ലാതാക്കാനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ ഒരിടത്ത് പോലും നമ്മൾ പരാജയപ്പെട്ടില്ല, നമ്മൾ തല കുനിച്ചില്ല. നമ്മുടെ രാജ്യം, നമ്മുടെ അഖണ്ഡത, നമ്മുടെ പരമാധികാരം, നമ്മുടെ സ്വാതന്ത്ര്യം ഒക്കെ നമ്മൾ ഒരിടത്തും അടിയറ വയ്ക്കാതെ നമ്മൾ ഒത്തൊരുമയോടെ ഇന്ത്യൻ പൗരന്മാർ, ദേശസ്നേഹികളായ ഇന്ത്യൻ പൗരന്മാർ ഒത്തൊരുമയോടെ പോരാടി എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഓരോ ഭീകരാക്രമണത്തെയും അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞു. അപ്പോഴും നമ്മൾ ചെറിയ തിരിച്ചടികളൊക്കെ കൊടുത്തു, ചെറിയ രീതിയിൽ പ്രതിരോധങ്ങൾ തീർത്ത് നമ്മൾ വലിയ ഉപദ്രവങ്ങൾ ഉണ്ടാക്കാതെ പാകിസ്ഥാനെ നമ്മൾ അവഗണിക്കുകയാണ് ചെയ്തത്. ദാരിദ്ര്യം കൊണ്ടും സാമ്പത്തികമായ തകർച്ച കൊണ്ടും അതുപോലെ തന്നെ ഭക്ഷണക്ഷാമം കൊണ്ടും പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടും സംഘർഷങ്ങൾ കൊണ്ടും ഒക്കെ നിലം പരിശായി തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ ഇന്ന്. എന്നിട്ടും അവരുടെ ഈ ചോരക്കൊതി അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ആ ചോരക്കൊതി, ഈ ചോരയ്ക്ക് വേണ്ടിയിട്ടുള്ള ദാഹം ഇന്ത്യൻ മണ്ണിനെ രക്തത്തിൽ കുതിർക്കാനും 1000 മുറിവുകൾ ഉണ്ടാക്കി അതിൽ നിന്ന് ചോര ഇറ്റിറ്റ് വീഴിച്ച് ഇന്ത്യയെ തകർക്കാനും ഉള്ള അവരുടെ ആ ദാഹം, അവരുടെ ആ മോഹം ഒരു കാലത്തും അവസാനിക്കില്ല എന്ന് തീർച്ചയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പഹൽഗാമിൽ ഉണ്ടായത് എന്ന് നമുക്കറിയാം. എന്തായാലും ഇനി എന്ത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അത് വെറുമൊരു സർജിക്കൽ സ്ട്രൈക്കോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യോമാക്രമണമോ കൊണ്ട് മാത്രം അവസാനിപ്പിക്കരുത് എന്നാണ് പൊതുവെ രാജ്യത്തിൻ്റെ വികാരം. നമ്മുടെ പൗരന്മാർ ആഗ്രഹിക്കുന്നത് എന്നേക്കുമായി ഈ പാകിസ്ഥാൻ്റെ ശല്യം അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ്. നമുക്കറിയാം, ഈ പാകിസ്ഥാൻ കിഴക്കും പടിഞ്ഞാറും പാകിസ്ഥാനായിരുന്നു. ആ കാലത്ത് നമുക്ക് നേരെ ഉണ്ടായ അതിക്രമങ്ങളും അവിടെ നിന്നുണ്ടാകുന്ന അഭയാർത്ഥി പ്രവാഹവും ഒക്കെ നമുക്കറിയാമായിരുന്നു. നിവർത്തികെട്ടാണ് 1971 നമ്മൾ ബംഗ്ലാദേശിന് വേണ്ടി ആയുധമെടുത്തത്. അന്ന് ബംഗ്ലാദേശ് എന്ന കിഴക്കൻ പാകിസ്ഥാൻ എന്നൊരു രാഷ്ട്രമില്ലാതായി പകരം ജനാധിപത്യം അല്പമെങ്കിലും പുലരുന്ന ഒരു ബംഗ്ലാദേശ് എന്നൊരു പുതിയ രാഷ്ട്രത്തിന് ജന്മം കൊടുക്കാൻ നമുക്ക് സാധിച്ചു. നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന ഭരണകൂടത്തിന് സാധിച്ചു, നമ്മുടെ സൈന്യത്തിന് സാധിച്ചു എന്നുള്ളത് സത്യമാണ്.
ആ യാഥാർത്ഥ്യം വളരെ കൃത്യമായി ഒരുപാട് നാൾ പാകിസ്ഥാനെ വേട്ടയാടി. കുറേ കാലം അവർ ആ യുദ്ധത്തിൻ്റെ കെടുതികൾ, ആ യുദ്ധം വരുത്തി വെച്ച വിനകൾ അനുഭവിച്ച് അവർ അടങ്ങിയിരുന്നു. പക്ഷേ 1989-90 കാലത്ത് അവർ വീണ്ടും തങ്ങളുടെ കുൽസിത പ്രവൃത്തികൾ ആരംഭിച്ചു. അത് ആ 89-90 കാലത്തിന് അല്പം മുമ്പ് തന്നെ അവരതൊക്കെ തുടങ്ങിയെങ്കിലും 89-90 കാലത്താണ് നമുക്കത് അനുഭവപ്പെട്ടത്. കാശ്മീരാണ് അവർ അതിന് വേദിയാക്കിയത്. കാശ്മീരിലെ ജനങ്ങളെ വിഘടനവാദം പഠിപ്പിച്ച് അവരെ ഒന്നാം തരം സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്നുള്ള പേരും ചാർത്തി കൊടുത്ത് കാശ്മീരിന് സ്വാതന്ത്ര്യം വേണം, കാശ്മീർ ഇന്ത്യയോട് ചേരേണ്ടതല്ല എന്ന് അവരെ പറഞ്ഞു പഠിപ്പിച്ച് മതം ഒരു വിഷമാക്കി അവരുടെ തലച്ചോറിലേക്ക് കുത്തിവെച്ചാണ് ഈ പാകിസ്ഥാൻ അവിടെ വിജയിച്ചത്. അന്ന് താൽക്കാലികമായെങ്കിലും. എന്തായാലും ആ 89-90 സമാധാനത്തോടുകൂടി കാശ്മീരിൽ കഴിഞ്ഞിരുന്ന ലക്ഷക്കണക്കിന് പണ്ഡിറ്റുകൾ, കാശ്മീരി പണ്ഡിറ്റുകൾ തങ്ങളുടെ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ നാട് വിട്ടോടേണ്ടി വന്നു. കയ്യിൽ കിട്ടിയവരെ എല്ലാം വധിച്ചു. കയ്യിൽ കിട്ടിയ സ്ത്രീകളെ എല്ലാം അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു. കൊച്ചു കുട്ടികളെ പോലും കൊല്ലുന്നതിന് ഒരു മടിയുമുണ്ടായില്ല. രക്ഷപ്പെട്ടോടിയവരുടെ എണ്ണം ലക്ഷങ്ങളാണ്. അവർ വന്ന് ഹരിയാനയിലും ഡൽഹിയിലും ഒക്കെ അഭയാർത്ഥികളായി. നോക്കൂ, ഒരു രാജ്യത്തെ പൗരന്മാർ ആ രാജ്യത്തിനുള്ളിൽ തന്നെ അഭയാർത്ഥികളായി കഴിയുന്ന കാഴ്ച നമ്മൾ കണ്ടു. എത്രയോ വർഷങ്ങൾ ഒരു നരേന്ദ്രമോദി വേണ്ടി വന്നു അവരെ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് എത്തിക്കാൻ. അവർ ജനിച്ചു വീണ പിറന്ന മണ്ണിൽ അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, അവർക്ക് ജീവിക്കാനുള്ള സുരക്ഷ, അവർക്ക് ജീവിക്കാനുള്ള സൗകര്യം, അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ നരേന്ദ്രമോദി എന്നൊരു ഭരണാധികാരി വേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. അപ്പോഴത്തേക്കും കാലം ഒരുപാട് കടന്നുപോയി, പതിറ്റാണ്ടുകൾ കടന്നുപോയി. ഏതാണ്ട് 20-ലധികം വർഷങ്ങൾ എടുത്തു നമുക്ക് അത്തരത്തിൽ അവരെ അവിടെ തിരിച്ചെത്തിക്കാൻ എന്നുള്ളതാണ് നഗ്നമായ സത്യം, വേദനിപ്പിക്കുന്ന സത്യം. എന്തായാലും ഇന്നിപ്പോൾ കാശ്മീർ ഒറ്റക്കെട്ടാണ്. അവിടുത്തെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സിഖും എല്ലാം ഒറ്റക്കെട്ടായി നിന്ന് ഈ ആക്രമണത്തെ എതിർക്കുന്നു. ഇന്ത്യൻ സൈന്യത്തിന് പിന്നിൽ അവർ അടിയുറച്ചു നിൽക്കുന്നു. അവർ കാശ്മീരിലെ തെരുവുകളിൽ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നു. എന്താണ്? സ്വന്തം രാജ്യത്തിനെതിരെയല്ല, ഈ അയൽ രാജ്യത്തിനെ, ഈ ശത്രുത മാത്രം വെച്ച് പുലർത്തുന്ന ഈ അയൽ രാജ്യത്തെ, ഈ ശല്യത്തെ എന്നേക്കുമായി, ഈ തലവേദന എന്നേക്കുമായി അവസാനിപ്പിക്കണം എന്ന ആവശ്യമുയർത്തി ഇന്ന് കാശ്മീർ ജനത ഒറ്റക്കെട്ടാണ്. കാരണം ഇന്ത്യ ഗവൺമെൻറ് അവർക്ക് കൊടുത്തത് അത്തരത്തിലുള്ള നന്മകളാണ്. അവർക്ക് ചിന്തിക്കാനുള്ള ശേഷിയുണ്ടായിരിക്കുന്നു. അവർ തങ്ങളുടെ സ്വത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു. തങ്ങളുടെ സ്വാതന്ത്ര്യം എന്താണെന്ന് ഇന്നവർ അനുഭവിക്കുന്നു. അവർക്കവിടെ കച്ചവടമുണ്ട്, അവിടെ ധാരാളം വിനോദസഞ്ചാരികൾ വരുന്നു. കഴിഞ്ഞ ഒരു വർഷം മാത്രം 2.5 കോടി വിനോദസഞ്ചാരികളാണ് കാശ്മീർ സന്ദർശിച്ചിരിക്കുന്നത്. അതിൻ്റെ ഗുണഫലം വെറും ആപ്പിൾ കൃഷിയിൽ നിന്ന് മാത്രം കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിച്ചിരുന്ന കാശ്മീരികൾക്ക് ഇന്ന് പോക്കറ്റ് നിറയെ പണമുണ്ട്. അവരുടെ കൈവശം എടുത്ത് ചിലവഴിക്കാൻ ഇന്ന് വൻ തുകകളുണ്ട്. ഇതെല്ലാം കിട്ടിയത് ഈ ടൂറിസം എന്ന, വിനോദസഞ്ചാരമെന്ന ആ വ്യവസായത്തിലൂടെയാണ്. വരുന്നവരെ അതിഥികളായി സ്വീകരിച്ച് തങ്ങളുടെ ഒപ്പം തങ്ങളുടെ വീടുകളിൽ താമസിപ്പിച്ച് അവർക്ക് ഭക്ഷണവും വെള്ളവും നൽകി അവിടുത്തെ കാഴ്ചകൾ കാണിച്ച്, പ്രകൃതി രമണീയത കാണിച്ചു കൊടുത്ത്, ഭൂമിയിലെ സ്വർഗം എന്താണെന്ന് കാണിച്ചു കൊടുത്ത് ആ കാശ്മീരികൾ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി മാറി. അങ്ങനെ മാറിയവരാണ് ഇന്ന് കാശ്മീർ തെരുവുകളിൽ ഇറങ്ങി നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ പരമാധികാരം സംരക്ഷിക്കുന്നതിന് വേണ്ടി, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയൊക്കെ ഒറ്റക്കെട്ടായി, നമ്മുടെ സുരക്ഷയ്ക്കായി ഇനിയും വിനോദസഞ്ചാരികൾ അവിടെ വരണം, ഇനിയും വരുന്ന വിനോദസഞ്ചാരികളുടെ ജീവൻ ഒരാപത്തും ഉണ്ടാകരുത്, അവരെ സംരക്ഷിക്കണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ത്യൻ സൈന്യത്തിന് പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അവർ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത്, പ്രതിഷേധിക്കുന്നത്. ഇത് കണ്ടിട്ടെങ്കിലും പാകിസ്ഥാൻ്റെ കണ്ണ് തുറക്കട്ടെ. ഇനി ഇന്ത്യൻ മണ്ണ് തങ്ങൾക്ക് ഈ വിഘടനവാദം വളർത്താൻ, തീവ്രവാദം വളർത്താൻ, ഭീകരവാദം വളർത്താൻ ഇന്ത്യൻ മണ്ണ് തങ്ങൾക്ക് കിട്ടില്ല എന്ന സത്യം പാകിസ്ഥാൻ ഇനിയെങ്കിലും തിരിച്ചറിയട്ടെ. അങ്ങനെ ഒരു തിരിച്ചറിവിൽ നിന്ന് ഇത് അവസാനിപ്പിക്കാൻ അവിടുത്തെ ഭരണകൂടവും അവിടുത്തെ സൈന്യവും മുൻകൈയെടുക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. വെറും ആഗ്രഹം മാത്രമായി അത് അവശേഷിക്കുമെന്ന തിരിച്ചറിവ് ഓരോ ഇന്ത്യക്കാരനും ഉണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്നു. കാരണം നമ്മൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്.
നമ്മൾ സന്തോഷമാണ് ആഗ്രഹിക്കുന്നത്. അത് സമാധാനത്തിലും ശാന്തിയിലും നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ട്. പക്ഷേ ആ തിരിച്ചറിവ് പാകിസ്ഥാനില്ല എന്നുള്ളതാണ് സത്യം.